ഇന്ന് വെളുപ്പിന് ശബരിമല നട തുറന്നു. നല്ല തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ സന്നിധാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ശബരിമലയിൽ ഒരു ബ്യൂറോ ഉണ്ട് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. ശരണം സന്നിധാനം. വൃശ്ചികമാസ പുലരിയിൽ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി പതിനായിരങ്ങൾ. ഇന്ന് പുലർച്ചെ 3 മണിക്ക് പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. 70,000-ന് മുകളിൽ തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷും അതുപോലെ പമ്പയിൽ നിന്ന് AV ജയശങ്കറും സത്രം കാനനപാതയ്ക്ക് സമീപം നിന്ന് രാഹുൽ വിജയനും ചേരുകയാണ്. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, ഇന്ന് വെളുപ്പിന് 3 മണിക്ക് നട തുറന്നു. ഇതൊക്കെ സാക്ഷ്യം വഹിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുപ്രഭാതം നിങ്ങൾക്ക് 3 പേർക്കും. അപ്പോൾ പ്രതീഷ്, സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭക്തജനത്തിരക്ക് ഏത് വിധമാണ് അവിടെ അനുഭവപ്പെടുന്നത്? SKN വൃശ്ചികമാസ പുലരിയിൽ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ ഒഴുക്ക് തന്നെയാണ്. രാവിലെ 3 മണിക്ക് ഇന്ന് നട തുറന്നു. ആ സമയം മുതൽ തന്നെ ശബരിമല സന്നിധാനത്തേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തിത്തുടങ്ങുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിയുമ്പോൾ ഏകദേശം 20,000-ഓളം തീർത്ഥാടകർ അയ്യപ്പ ദർശനം നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓരോ മണിക്കൂറിലും കൂടുതൽ തീർത്ഥാടകർ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് തൊട്ട് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ശ്രീകോവിലിനടുത്തേക്ക് ഓരോ ഭക്തരും നീങ്ങുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 70,000-ഓളം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ശബരിമല ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ 10,000-ഓളം തീർത്ഥാടകർക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് വഴിയും പ്രവേശനം നടത്താൻ കഴിയും. ഈ ഇതര സംസ്ഥാനത്ത് നിന്നും ഒപ്പം സംസ്ഥാനത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. എവിടെ നേട്ടവർ? നമ്മൾ കണ്ണൂരിന്ന്. ഇങ്ങനെ തിരക്കുണ്ടായിരുന്നു? തിരക്ക് വലിയ തിരക്കൊന്നുമില്ല, നല്ല എല്ലാം ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. പമ്പയിൽ എപ്പോൾ എത്തി? പമ്പയിൽ 5 മണിക്ക് എത്തി. എത്ര പേര് വന്ന്? നമ്മൾ 2 പേരുണ്ടായിട്ട്. നല്ല സൂപ്പർ. SKN തീർത്ഥാടകർ പറയുന്നത് പോലെ തന്നെ ഇക്കുറി ഈ അയ്യപ്പ ദർശനമൊക്കെ തന്നെ വളരെ സുഗമമായി തന്നെ നടക്കുന്നു. വലിയ തിരക്കുകളൊന്നും തന്നെ ഇല്ല. കൃത്യമായൊരു ക്രമീകരണം പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തു നിന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ചില അയ്യപ്പ തീർത്ഥാടകരെ കാണാം. ചില മാളികപ്പുറം ഈ ശബരിമല ശബരിമല സന്നിധാനത്തുണ്ട്. ഇത് ചോറൂൺ ഉൾപ്പെടെയുള്ള ചില ചടങ്ങുകൾക്ക് വേണ്ടി എത്തിയതാണ്. ഒരു കുഞ്ഞു അയ്യപ്പനെ കൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ചോറൂണ് ചടങ്ങിന് വേണ്ടി ശബരിമല സന്നിധാനത്ത് എത്തിയതാണ്. സമയത്തിനകം തന്നെ ഈ ശ്രീകോവിലിന് മുന്നിൽ ചോറൂണ ചടങ്ങ് നടക്കും. എവിടെ നിന്നാണ്? കൊല്ലം കടയ്ക്കൽ. ചോറൂണിന് വേണ്ടി വന്നു? ചോറൂണിന് വേണ്ടി വന്നു, നേർച്ച ഇട്ടത്. എത്ര വയസ്സുണ്ട്? ഇപ്പം 6 മാസം. എപ്പോൾ ഇറങ്ങി? അങ്ങനെ ഇന്നലെ വീട്ടിൽ നിന്ന് 8 മണിയായപ്പോൾ കെട്ടിയിറങ്ങി. ഒരു 12 മണിയായപ്പോഴത്തേക്ക് പമ്പയിലെത്തി. പമ്പയിൽ നിന്ന് കുളിച്ച് ഇവിടെ ഒരു 3 മണി 3:30 മണി ആയിപ്പോയി. തിരക്കുണ്ടായിരുന്നോ? തിരക്കുണ്ടായാലും കുഴപ്പമില്ല, കുഞ്ഞിനെയും കൊണ്ട് വന്നതുകൊണ്ട് നല്ലപോലെ കയറി വരാൻ പറ്റി. SKN തീർത്ഥാടകർ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് നാൾ കാത്തിരുന്ന ശേഷമാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അയ്യപ്പ ദർശനത്തിനായി ഓരോ അയ്യപ്പ ഭക്തരും ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ വരും ദിവസങ്ങളിലും ശബരിമലയിൽ ഒരു തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ തുടക്ക സമയത്ത് ഒരു തീർത്ഥാടകരുടെ കുറവ് ശബരിമലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഈ പ്രത്യേക ചടങ്ങുകളൊക്കെ തന്നെ ശബരിമലയിൽ നടക്കും. പുതിയ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരിയാണ് ശബരിമല നട തുറന്നത്. താങ്ക് യു. MG പ്രതീഷാണ് ശബരിമല സന്നിധാനത്ത് നമുക്കൊപ്പം ചേർന്നത്. ഇതിനിടയിൽ ജാസ്മിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം വന്നു, അതും പറയണമല്ലോ. ജാസ്മിൻ പറയുന്നത് പഴയ പ്രേക്ഷകരെയൊക്കെ താങ്കൾ മറന്നോന്നാണ്. ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ എവിടെ വെച്ചായാലും ആരെങ്കിലും ഒരു പരിഗണന എനിക്ക് തരികയോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തോട് കൂറ് കാണിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ ഒരിക്കലും അവർ വിട്ടുകളയില്ല. സഹായം ചെയ്തവരെയാണെങ്കിൽ ഒരിക്കലും വിട്ടുകളയില്ല. കാരണം പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ മീഡിയ പ്രവർത്തനം ഈ 4 പതിറ്റാണ്ടിലോട് അടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയ ആൾക്കാരെ വിട്ട് പുതിയ ആൾക്കാരെ പിടിക്കുക അങ്ങനെയൊന്നുമില്ല. പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും നമ്മൾ ഒന്നിച്ചു പോകും. അപ്പോൾ ജാസ്മിൻ സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇനി പമ്പയിലേക്കാണ്. പമ്പയിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഭക്തന്മാർക്കുള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടി സുഖകരമായി അറേഞ്ച് ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AV ജയശങ്കർ പമ്പയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പമ്പയിലെ ഭക്തജനത്തിരക്ക് എങ്ങനെയാണ്? പറയൂ.
ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എന്തായാലും പമ്പയിൽ ദർശനം നടത്തി തിരിച്ചിറങ്ങുന്ന തീർത്ഥാടകരുടെ ഒരു തിരക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ദർശനത്തിന് വേണ്ടി മല കയറിയ ആളുകൾ ഇപ്പോൾ ദർശനം പൂർത്തിയാക്കി തിരിച്ചിറങ്ങുകയാണ്. കൂടുതലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് ഇന്ന് ഈ ഭാഗത്ത് കൂടുതൽ കാണാനുള്ളത്. അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ ആദ്യ ദിവസം തന്നെ ശബരിമലയിലേക്ക് എത്തുന്നു. മലയാളികളുടെ സാന്നിധ്യം ഉണ്ട്, പക്ഷേ പൊതുവിൽ കുറവാണ്. പക്ഷേ കൂടുതൽ ആളുകൾക്കും സുഗമകരമായ രീതിയിൽ തന്നെ ദർശനം നടത്താനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. പമ്പയിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കൃത്യമായി എസ് കെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സാധിച്ചു എന്ന് തന്നെയാണ് ആദ്യ ദിവസങ്ങളിലെ വിജയം. അത് തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് അധികൃതരും മറ്റും വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ കൃത്യമായി ഒരു തരത്തിലുള്ള പാളിച്ചയുമില്ലാതെ വരുന്ന ഭക്തർക്ക് കൃത്യമായി ദർശനം നടത്തുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതൊരു തിക്കും തിരക്കും ആകുന്ന അവസ്ഥയിലേക്ക് ക്രമീകരണങ്ങൾ പാളുന്ന തരത്തിലേക്ക് പോയിട്ടില്ല. കാരണം നമ്മൾ രാവിലെ വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ നിരവധി വാഹനങ്ങൾ പമ്പയിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൃത്യമായ ക്രമീകരണത്തോടുകൂടി നിലയ്ക്കൽ വെച്ച് തന്നെ പോലീസുകാർ അത് ക്രമീകരിച്ച് കൃത്യമായി ആളുകളെ പമ്പയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ വലിയ ജനങ്ങൾ ഇവിടെ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പക്ഷേ അതൊരു തിരക്കിലേക്കോ മറ്റ് ഇതിലേക്കോ കടന്നിട്ടില്ല. കൃത്യമായി ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടെത്തും. എസ് കെ. പമ്പയിൽ നിന്നാണ് എ വി ജയശങ്കർ ചേർന്നത്. താങ്ക് യു ജയശങ്കർ. അവിടെയുള്ള ഭക്തന്മാരെയൊക്കെ നമ്മൾ അന്വേഷിച്ചെന്ന് പറയുക. നമ്മുടെയൊക്കെ സ്ഥിരം പ്രേക്ഷകരൊക്കെ അതിനിടയിൽ ഉണ്ടാകും. ഇസ്മയിൽ അമാനി പറഞ്ഞു എസ് കെ എന്നെ ഒന്ന് നേരിൽ കാണണമെന്നുണ്ട്. താങ്കളുടെ വീട് എവിടെയാണ്? പാലക്കാടും പരിസര പ്രദേശത്ത് എവിടെയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. കാര്യം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അടർക്കളം ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് അടർക്കളത്തിന് മുമ്പല്ല, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കാണുകയൊക്കെ ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എത്രയോ നമ്മുടെ ജില്ലാ സമ്മേളനത്തൊക്കെ എല്ലാ പ്രേക്ഷകരെയും നമ്മൾ നേരിട്ട് കാണുന്നില്ലേ. ഇനി നമുക്ക് കാനനപാത പ്രിയപ്പെട്ട ശബരിമല ഭക്തജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ശബരിമലയിൽ എത്താനുള്ള കാനനപാത എത്രയോ പതിറ്റാണ്ടുകളായി ആളുകൾ ഉപയോഗിക്കുന്നതാണ്. രാഹുൽ വിജയൻ സത്രം കാനനപാതയ്ക്ക് സമീപം നിന്ന് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. പറയൂ രാഹുൽ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഭക്തജനങ്ങളുടെ വിശേഷങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീർത്ഥാടകരെ ഇതുവരെ ഈ കാനനപാത വഴി കയറ്റിവിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ആ കാനനപാതയിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് അത് ക്ലിയർ ആയതിനു ശേഷം മാത്രമായിരിക്കും തീർത്ഥാടകരെ അതുവഴി കടത്തിവിടുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 7 മണിക്ക് തീർത്ഥാടകരെ കടത്തിവിടും എന്നുള്ളത് വനംവകുപ്പ് അറിയിച്ചിരുന്നു. അതിനൊരു ചെറിയ താമസം വന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവരെ കടത്തിവിടും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തീർത്ഥാടകർ ഓരോരുത്തരായി കടന്നു വരികയാണ്. ഏകദേശം 250ഓളം പേർ ഇവിടെ ടോക്കൺ എടുത്തിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ തന്നെ പോലീസ് ടോക്കൺ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 250 പേര് ഇതിനോടകം തന്നെ കാനനപാത വഴി ഇന്ന് പോകാൻ വേണ്ടിയുള്ള ടോക്കൺ എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയാണ് തീർത്ഥാടകരെ ഈ വഴി കടത്തിവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ചെറിയൊരു പരാതി ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കുണ്ട്. ഈ ശുചിമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നതിൽ ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും അവർ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുറ്റമായി തന്നെ പറയുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഒരു 15 ടോയ്ലറ്റ് ഇവിടെ പണിതിരുന്നു. പക്ഷേ ഇത്തവണ അത് അറ്റകുറ്റപ്പണി നടത്തുകയോ അതിനുവേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത്രയും ആളുകൾ വരുന്നൊരു സ്ഥലത്ത് ആവശ്യത്തിനുള്ള ശുചിമുറികളോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അവർ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ബാക്കിയുള്ള ഈ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതും കൃത്യമായി നടക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച മാത്രമാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ തീർത്ഥാടകരെ ഈ കാനനപാത വഴി കടത്തിവിട്ട് തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് താനും. സാറ് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായതാണ്? അതെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിടാനുള്ള താമസം ഇപ്പോൾ നമ്മുടെ മേളിൽ സീതകുളം ഭാഗത്ത് നല്ല മൂടൽ മണ്ണാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് കയറ്റിവിടാമെന്ന് അതാ തീരുമാനം. അതായത് നമ്മൾ എന്തെങ്കിലും മൃഗങ്ങൾ എന്നാൽ അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് സ്കെയിൻ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും മൃഗങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ തീർത്ഥാടകർ ഈ കാനനപാത വഴി കടന്നു പോകുന്നതിന് വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.